സഭാ സമ്മേളനം ചേരുമ്പോൾ പ്രതിപക്ഷം ഇന്ന് മറ്റൊരു വിഷയം ഉന്നയിക്കുന്നുണ്ട് സഭയിൽ. അത് പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ എന്ന് അവതരിപ്പിക്കണമെന്ന കാര്യം കാര്യോപദേശക സമിതി ഇന്ന് തീരുമാനിക്കും. വിമർശനങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് ബില്ലിൽ ഉണ്ടാകില്ല എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അതെ, അപ്പം MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് പ്രതീഷ്. അപ്പം എന്തായാലും സഭയിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഏത് രീതിയിലാകും എന്നുള്ളതാണ്. ഒന്ന് സ്വകാര്യ സർവകലാശാല ബില്ല്. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അഖിലേന്ത്യാ തലത്തിൽ തന്നെ AISF-ന്റെ യൂണിയൻ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ അത് ഏത് രീതിയിൽ നടപ്പാക്കും എന്നുള്ളതിലൊരു പ്രതിസന്ധി. അപ്പോൾ ഇന്ന് അതുണ്ടാകും, ഒപ്പം തന്നെ സംസ്ഥാനത്തെ പോലീസിന്റെ അതിക്രമങ്ങളും. സ്മിത, പ്രവിത, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിൽ ഇന്ന് ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉണ്ടാകാനുള്ളൊരു സാധ്യത. കാരണം അടിയന്തര പ്രമേയമായി സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ ആണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള ഒരു സാധ്യത. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഈ അടുത്ത കാലത്ത് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരെ പോലീസ് നടുറോഡിൽ തല്ലിച്ചതയ്ക്കുന്ന സംഭവങ്ങൾ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഈ പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമമായിരിക്കും പ്രധാനമായും ഈ പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഇതിൽ സർക്കാർ ഏതു തരത്തിൽ പ്രതിരോധിക്കുമെന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. ഈ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളായിരിക്കാം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ആയിരിക്കും ഇന്ന് നിയമസഭയിൽ മറുപടി പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി ഏത് വിധേന മറുപടി പറയുമെന്നതാണ് പ്രധാനമായും കാത്തിരിക്കുന്ന കാര്യം. മറ്റൊന്ന് ഈ സ്വകാര്യ സർവകലാശാല ബില്ലാണ്. ഈ സ്വകാര്യ സർവകലാശാല ബിൽ എപ്പോൾ അവതരിപ്പിക്കണമെന്ന കാര്യത്തിൽ കാര്യോപദേശക സമിതി ഇന്ന് തീരുമാനമെടുക്കും. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ ചില വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കില്ല. വൈകി വന്ന വിവേകമെന്നതായിരുന്നു കഴിഞ്ഞ ദിവസമടക്കം ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിച്ച കാര്യം. പക്ഷേ അത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടടക്കം ഈ സർക്കാരിന് മേൽ പ്രതിപക്ഷം ആരോപണങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. ഇതിലടക്കം സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യമായി പറയുന്നത്. മറ്റൊന്ന്, ഈ ബജറ്റ് ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടന്നു വരികയാണ്. ഈ ബജറ്റ് ചർച്ചയിന്മേൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് മറുപടി പറയും. ഈ ചർച്ചയിലുടനീളം വലിയ ആക്ഷേപങ്ങൾ, വിമർശനങ്ങളടക്കം പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിലുൾപ്പെടെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരിക്കും. റവന്യൂ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും ഇന്ന് നിയമസഭയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. സ്മിത, പ്രവിത. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകി.